നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഒന്നിനു പുറകെ ഒന്നായിട്ട് സൂപ്പർ താരങ്ങൾ പരിക്കേറ്റ് പുറത്തേക്ക് പോവുക. റയൽ മാഡ്രിഡിൽ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോൾ കിലിയൻ എംബാപ്പെ ഒന്ന് ക്ലച്ച് പിടിച്ചു വരികയായിരുന്നു. അദ്ദേഹത്തിന് പരിക്ക് 10 ദിവസക്കാലമെങ്കിലും പുറത്തിരിക്കേണ്ടി വരും. ഇൻ്റർ കോണ്ടിനെൻ്റൽ കപ്പിൻ്റെ ഫൈനലടക്കം അദ്ദേഹത്തിന് നഷ്ടമാകും എന്നാണ് റിപ്പോർട്ട്. വിനി ജൂനിയർ പരിക്ക് മാറി തിരികെ എത്തിയിട്ടേ ഉള്ളൂ. അങ്ങനെ ഒരാൾക്കല്ലെങ്കിൽ മറ്റൊരാൾക്ക് എപ്പോഴും ഇങ്ങനെ പരിക്ക് പറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു പരിതാപകരമായ അവസ്ഥ. ഇതിൽ ഫ്ലോറന്റീനോ പെരസ് ഒട്ടും സംതൃപ്തനല്ല. ഹീ ഈസ് നോട്ട് ഹാപ്പി വിത്ത് ദി എമൗണ്ട് ഓഫ് ഇഞ്ചുറീസ് അറ്റ് റയൽ മാഡ്രിഡ്. റിപ്പോർട്ട് പുറത്തുവിടുന്നത് റിലീവോയാണ്. അദ്ദേഹത്തിന് പ്രധാനമായിട്ടും ചിലരോട് ഈ കാര്യത്തിൽ മുഷിപ്പുണ്ട്. ഒന്ന് ആൻ്റോണിയോ പിൻഡസിനോടാണ്. അദ്ദേഹമാണിപ്പോൾ റയൽ മാഡ്രിഡിൻ്റെ ഫിറ്റ്നസ് കോച്ച്. അദ്ദേഹത്തെയാണ് ഏറ്റവും അധികം ഇവിടെ പോയിൻ്റ് ഔട്ട് ചെയ്യപ്പെടുന്നത്. അതേസമയം മെഡിക്കൽ സർവീസസ്, അതുപോലെ ഫിസിയോതെറാപ്പിസ്റ്റുകൾ, അവരെയൊക്കെ ബ്ലെയിം ചെയ്യുന്നുണ്ട്. സോ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യത്തിൽ അദ്ദേഹം അസംതൃപ്തനാണ്. കഴിഞ്ഞില്ല. ഈ റിപ്പോർട്ടിൽ റിലീവ് പറയുന്ന മറ്റൊരു ക്രൂഷ്യലായിട്ടുള്ള കാര്യം കൂടിയുണ്ട്. ആൻചെലോട്ടി ഈസ് ഓൾസോ അക്യൂസ്ഡ് ഓഫ് ബേണിംഗ് ഔട്ട് ദി പ്ലെയേഴ്സ് ഓർ റഷിംഗ് ദം ആഫ്റ്റർ ഇഞ്ചുറീസ്. സോ ആൻചെലോട്ടിയുടെ കാര്യത്തിലും ഇങ്ങനെ ഒരു വാദമുണ്ട്. അദ്ദേഹം താരങ്ങളെ ഈ രൂപത്തിൽ ബേണിംഗ് ഔട്ടാക്കുന്നു, അല്ലെങ്കിൽ പരിക്ക് പറ്റി തിരികെ വരുന്ന താരങ്ങളെ പെട്ടെന്ന് തന്നെ കളിക്കളത്തിലേക്ക് റഷ് ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് പരിക്ക് വീണ്ടും ആവർത്തിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവുന്നു. ഏതായാലും ഇത് റയൽ മാഡ്രിഡിന് വലിയ പ്രശ്നമുണ്ടാക്കുകയാണ്. എന്നിട്ടും അതിനിടയിലും ടീം വിജയിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇപ്പം ഏറ്റവും ഒടുവിൽ അവർ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ എലിമിനേഷൻ സോണിൽ നിന്ന് ഒരല്പം മുന്നോട്ട് കയറുന്ന കാഴ്ച നമ്മൾ കണ്ടു. ലാലിഗയിൽ അവർക്ക് അഡ്വാൻറ്റേജ് ഉണ്ട്. ഇപ്പോൾ രണ്ടാമതാണെങ്കിൽ പോലും ഒരു കളി കുറച്ച് കളിച്ചതുകൊണ്ട് അവർക്ക് ഒന്നാം സ്ഥാനം പിടിക്കാനുള്ള അഡ്വാൻറ്റേജ് അവിടെ കിടപ്പുമുണ്ട്. കഴിഞ്ഞ അറ്റ്ലാന്റിക്കെതിരെയുള്ള കളിക്ക് ശേഷം കാർലോ ആഞ്ചലോട്ടി വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഞങ്ങളത് വളരെ ചെറിയൊരു സ്ക്വാഡാണ്, അതുകൊണ്ട് ഒരുപാട് റൊട്ടേഷൻസ് ഒന്നും സാധിക്കില്ല എന്ന്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പരിക്കുകൾ ഇനിയും പ്രതീക്ഷിക്കേണ്ടി വരും. എന്നാൽ സീസണിൻ്റെ ക്രൂഷ്യൽ ടൈമിൽ പ്രധാന താരങ്ങൾ മിസ്സായാൽ അത് വലിയ തിരിച്ചടിയായി മാറും. അതുകൊണ്ട് തന്നെയാണ് പെരസ് ഇത്തരത്തിൽ അൺഹാപ്പി ആവുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.